എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിങ്, ചാൾസ് ബസ്റ്റ്. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബസ്റ്റുമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം. ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം 1949. 1949 ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമാകുന്നത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ. എഡിസനാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത് ഏത് സംസ്ഥാനത്താണ്? കേരളം. കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത്. രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത്. രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനമാണ് രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തി സോളി സൊറാബ്ജിയാണ് 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തി. ഇന്തോനേഷ്യയുടെ നാണയം റുപ്പിയയാണ് ഇന്തോനേഷ്യയുടെ നാണയം. ഉമാകേരളത്തിൻ്റെ കർത്താവ് ഉള്ളൂരാണ് ഉമാകേരളത്തിൻ്റെ കർത്താവ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിൻ്റെ നോവൽ ഭ്രാന്താലയം എന്ന നോവലാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിൻ്റെ നോവൽ. എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? അസമിലായിരുന്നു ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്. എവിടെയാണ് ചൈതന്യ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? ബംഗാളിലായിരുന്നു ചൈതന്യ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്. എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത് രചിച്ചത് മൈക്കൽ ആൻഡേഴ്സൺ ആണ് എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത് രചിച്ചത്. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത്. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യയുടെ വാക്കുകളാണ് ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നത്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നതെവിടെയാണ്? മാൾഡ. ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് വിമുക്ത നിയമസഭ ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് വിമുക്ത നിയമസഭ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ കടവന്ത്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൈമറ്റ് ചേഞ്ച് തിയേറ്റർ കപൂർത്തലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൈമറ്റ് ചേഞ്ച് തിയേറ്റർ.
ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എസ് കെ പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? എസ് കെ പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980. 1980 എസ് കെ പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത്? ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് വി എസ് രമാദേവി. വി എസ് രമാദേവിയാണ് ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത്? ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് കെ വി കെ സുന്ദരം. കെ വി കെ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത്. ഏത് രാജ്യത്താണ് വേഴ്സൈൽസ്? ഏത് രാജ്യത്താണ് വേഴ്സൈൽസ്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് വേഴ്സൈൽസ്. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ്? ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ്? ഉക്രൈൻ. ഉക്രൈൻ്റെ തലസ്ഥാനമാണ് കീവ്. ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ്. വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം? വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. 1498 വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നത്. ഓട്ടോമൊബൈലുകളുടെ പിതാവ്? ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾ ബെൻസ്. കാൾ ബെൻസ് ആണ് ഓട്ടോമൊബൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം 1565 തളിക്കോട്ട യുദ്ധം. രാക്ഷസ തങ്ങടി എന്നും അറിയപ്പെടുന്ന 1565 തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം. വീഡ എന്ന കൃതി രചിച്ചത്? വീഡ എന്ന കൃതി രചിച്ചത് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയാണ് വീഡ എന്ന കൃതി രചിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? ഇന്ത്യയുടെ ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു. വി നരഹരി റാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1) ഇയിൽ. അനുച്ഛേദം 19(1) ഇയിലാണ് രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1)(d). അനുച്ഛേദം 19(1)(d)യിലാണ് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1)(g). അനുച്ഛേദം 19(1)(g)യിലാണ് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദൻ. നിർവാചൻ സദനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി? രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ബി.ഡി. ജത്തി. ബി.ഡി. ജത്തിയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി. കയർ എന്ന നോവൽ രചിച്ചത്? കയർ എന്ന നോവൽ രചിച്ചത് തകഴി. തകഴിയാണ് കയർ എന്ന നോവൽ രചിച്ചത്. ശകവർഷത്തിലെ ആദ്യത്തെ മാസം? ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം. ചൈത്രമാണ് ശകവർഷത്തിലെ ആദ്യത്തെ മാസം. കിഴവനും കടലും എന്ന നോവൽ എഴുതിയത്? കിഴവനും കടലും എന്ന നോവൽ എഴുതിയത് ഏണസ്റ്റ് ഹെമിംഗ്വേ.
ഏണസ്റ്റ് ഹെമിംഗ്വേയാണ് കിഴവനും കടലും എന്ന നോവൽ എഴുതിയത്. കുറ്റവും ശിക്ഷയും രചിച്ചത് ദസ്തയേവ്സ്കിയാണ് കുറ്റവും ശിക്ഷയും രചിച്ചത്. കുമാരസംഭവത്തിൻ്റെ കർത്താവ് കാളിദാസനാണ് കുമാരസംഭവത്തിൻ്റെ കർത്താവ്. കൂലി എഴുതിയത് മുൽക്ക് രാജ് ആനന്ദാണ് കൂലി എഴുതിയത്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ രാജ്യസഭ എന്ന് ഹിന്ദിയിൽ നാമകരണം ചെയ്ത തീയതി. 1954 ഓഗസ്റ്റ് 23. 1954 ഓഗസ്റ്റ് 23 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ രാജ്യസഭ എന്ന് ഹിന്ദിയിൽ നാമകരണം ചെയ്തത്. ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം എവിടെയാണ്? ഗ്വാളിയോറിലാണ് ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിനും നേതൃനിരയിൽ പ്രവർത്തിച്ച വനിത KPCC പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിനും നേതൃനിരയിൽ പ്രവർത്തിച്ച വനിത KPCC പ്രസിഡന്റ് കുട്ടിമാളു അമ്മയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിനും നേതൃനിരയിൽ പ്രവർത്തിച്ച വനിത KPCC പ്രസിഡന്റ്. സന്ദീപനി മഹർഷിയുടെ കീഴിൽ ശ്രീകൃഷ്ണൻ വിദ്യ അഭ്യസിച്ച സ്ഥലം ഉജ്ജയിനി. സന്ദീപനി മഹർഷിയുടെ കീഴിൽ ശ്രീകൃഷ്ണൻ വിദ്യ അഭ്യസിച്ചത് ഉജ്ജയിനിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ബഹ്റിൻ. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കുറവുള്ളത് ബഹ്റിനാണ്. സർവ്വരാജ്യസഖ്യം ഏതു വർഷമാണ് നിലവിൽ വന്നത്? 1920. 1920 സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത്. സരസ്വതി മഹൽ ലൈബ്രറി എവിടെയാണ്? തഞ്ചാവൂരിലാണ് സരസ്വതി മഹൽ ലൈബ്രറി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ സർ മോറിസ് ഗ്വയർ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ. സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ് സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഗാന്ധിജിയുടെ ജനനം എന്നാണ്? 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. സിദ്ധാന്ത ശിരോമണി ഏത് വിഷയത്തിലെ പുസ്തകമാണ്? ഗണിതം. സിദ്ധാന്ത ശിരോമണി ഗണിതത്തിലെ ഒരു പുസ്തകമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം മൊഹൻജദാരോ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൊഹൻജദാരോയിൽ നിന്നായിരുന്നു. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം? 1984. 1984 സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്? M. രാമുണ്ണി നായരാണ് സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമേത്?
കെനിയയാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം. സ്പെയിൻ റിപ്പബ്ലിക്കായത് ഏതു വർഷമാണ്? 1931. 1931 സ്പെയിൻ റിപ്പബ്ലിക്കാവുന്നത്. ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയിലുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ചു പകർത്തിവെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏതു വർഷമാണ്? ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയിലുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ച് പകർത്തിയ അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏതു വർഷമാണ്? 1909. 1909 ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയിലുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ച് പകർത്തിവെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത്. ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഗംഗ എവിടെ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്? ഹരിദ്വാർ. ഗംഗ ഹരിദ്വാറിൽ വെച്ചാണ് സമതലത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണം നിലവാരം പ്രാബല്യത്തിൽ വന്നത്? ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് 2017 ഏപ്രിൽ 1. 2017 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിയന്ത്രണം നിലവാരം പ്രാബല്യത്തിൽ വന്നത്? ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് 2020 ഏപ്രിൽ 1. 2020 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിയന്ത്രണം നിലവാരം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് GB പന്തിൻ്റെ പേരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല? ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ. ദക്ഷിണ കാനറയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയത്. ഇന്ത്യയിൽ കാണുന്ന മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത്? ഇന്ത്യയിൽ കാണുന്ന മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ. സാമ്പാറാണ് ഇന്ത്യയിൽ കാണുന്ന മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി 1951 ജൂൺ 18. 1951 ജൂൺ 18 ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്നത്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം? ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം 1957. 1957 ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത്. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1951. 1951 ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കർ അവാർഡ് നേടിയത്? ഇന്ത്യയിൽ ആദ്യമായി ഓസ്കർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ? ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ CK ദഫ്തരി. CK ദഫ്തരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.